കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ തുടങ്ങിയ സ്റ്റാർട്ടപ്പുകളിൽ 90% ഇന്ന് നിലവിലില്ല, പൂട്ടിക്കെട്ടി. 2023 മാത്രം കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടിംഗ് കിട്ടിയ പല കമ്പനികളും ഇന്ന് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഐഡിയ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് വെറും ഒരു മോട്ടിവേഷൻ വീഡിയോ അല്ല. ഐഡിയ ജനറേഷൻ മുതൽ ലീഗൽ കംപ്ലയിൻസ്, ഗവൺമെൻറ് ഫണ്ടിംഗ്, VC പിച്ച് ടെക്, സ്കെയിലിംഗ് തുടങ്ങി ഒരു $1 മില്യൺ കമ്പനി കെട്ടിപ്പടുക്കാൻ ആവശ്യമായ കംപ്ലീറ്റ് ബ്ലൂ പ്രിൻ്റാണ് ഞാനിന്ന് തരാൻ പോകുന്നത്. ഈ ഒരൊറ്റ വീഡിയോ കണ്ടു തീർക്കുമ്പോൾ ബിസിനസ് ലോകത്തെക്കുറിച്ച് 99% ആളുകൾക്കും അറിയാത്ത ആ വലിയ രഹസ്യം നിങ്ങൾ സ്വന്തമാക്കിയിരിക്കും. ഇന്ന് കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഗ്ലോബൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമായി മാറിക്കഴിഞ്ഞു. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻ്റേണൽ ട്രേഡിൻ്റെ ഡേറ്റ പറയുന്നത് കൃത്യമായ ഫൈനാൻഷ്യൽ മോഡലിംഗ് ഇല്ലാത്തതാണ് മിക്കവരുടെയും തകർച്ചയ്ക്ക് കാരണമെന്നാണ്. പലരും ഇതിനെക്കുറിച്ച് സർഫസ് ലെവലിൽ മാത്രം പറയും. പക്ഷെ നമ്മളിന്ന് ഇത് വളരെ ഡീപ്പായി നോക്കാനാണ് പോകുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ 3 കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. 1. ആർക്കും വേണ്ടാത്തൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി സമയം കളയാതിരിക്കാൻ എന്ത് ചെയ്യണം. 2. ഗവൺമെൻറ്റിൽ നിന്നും VCസിൽ നിന്നും ഫണ്ട് വാങ്ങാനുള്ള കൃത്യമായ വഴി എന്താണ്. 3. ബിസിനസ് ലീഗലായി എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. നിങ്ങളുടെ ആദ്യത്തെ ഇൻവെസ്റ്റർ ചോദിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിനുത്തരം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ എത്ര മികച്ചതാണെങ്കിലും ആരും നിങ്ങൾക്ക് ഫണ്ട് തരില്ല. അതെന്താണെന്ന് വഴിയെ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ നുണ എന്താണെന്നറിയാമോ? എനിക്കൊരു കിടിലൻ ഐഡിയ ഉണ്ട് എന്നതാണ്. ഐഡിയയ്ക്ക് 10 പൈസയുടെ വിലയില്ല, എക്സിക്യൂഷനാണെല്ലാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട വാക്കാണ് TAM, ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ്. നിങ്ങൾ ഇറക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാൻ കഴിവുള്ള എത്ര ആളുകൾ ഈ ലോകത്തുണ്ട്? ഉദാഹരണത്തിന് സൊമാറ്റോ തുടങ്ങുമ്പോൾ അവർ ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും നോക്കിയില്ല. വലിയ നഗരങ്ങളിലെ സമയമില്ലാത്ത എന്നാൽ പണമുള്ള IT പ്രൊഫഷണലുകളെയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. അതാണ് പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്. നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു വൈറ്റമിൻ ആണോ അതോ ഒരു പെയിൻ കില്ലറാണോ? വൈറ്റമിൻ കഴിച്ചില്ലെങ്കിലും മനുഷ്യർ ജീവിക്കും. എന്നാൽ വേദന വന്നാൽ പെയിൻ കില്ലർ വാങ്ങിയേ തീരൂ. നിങ്ങളുടെ ബിസിനസ് ഇതുപോലെ ഒരു പെയിൻ കില്ലർ ആകണം. ഇതിൻ്റെ അർത്ഥം മാർക്കറ്റിലില്ലാത്തൊരു സാധനം ഉണ്ടാക്കുന്നതിന് പകരം മാർക്കറ്റിലുള്ള വലിയൊരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക എന്നതാണ്. CBI ഇൻസൈറ്റ്സ് റിപ്പോർട്ട്സ് പ്രകാരം 42% സ്റ്റാർട്ടപ്പുകളും പരാജയപ്പെടാൻ കാരണം അവർ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ആർക്കും ആവശ്യമില്ലായിരുന്നു എന്നതാണ്. ഇതുവരെ കേട്ടത് ആമുഖം മാത്രം. ഇനി പറയുന്നതാണ് പലരും മറന്നുപോകുന്ന എന്നാൽ ഏറ്റവും നിർണായകമായ കാര്യം. നിങ്ങളുടെ ഐഡിയ മറ്റൊരാൾ കോപ്പി അടിച്ചാൽ എന്തു ചെയ്യും? നിങ്ങളുടെ സ്വന്തം പാർട്ട്ണർ നിങ്ങളെ പറ്റിച്ചാൽ എന്തു ചെയ്യും? ഒരു കമ്പനി തുടങ്ങുമ്പോൾ വെറുതെ ഒരു പാർട്ട്ണർഷിപ്പ് ഡീൽ എഴുതിയാൽ മാത്രം പോരാ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി രജിസ്റ്റർ ചെയ്യണം. ഇനി അതെന്തിനാണെന്നോ? നാളെ ബിസിനസ്സിൽ വലിയൊരു കടം വന്നാൽ നിങ്ങളുടെ സ്വന്തം വീടോ കാറോ ബാങ്ക് ജപ്തി ചെയ്യാതിരിക്കാൻ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന കോൺസെപ്റ്റ് നിങ്ങളെ രക്ഷിക്കും. അതുപോലെ പ്രധാനമാണ് ഫൗണ്ടേഴ്സ് എഗ്രിമെൻറ്റ്. 2 പേർ ചേർന്ന് ബിസിനസ് തുടങ്ങുന്നു. 1 വർഷം കഴിഞ്ഞ് ഒരാൾക്ക് മടുത്തു, അയാൾ പോകുന്നു. അയാൾക്ക് കമ്പനിയുടെ പകുതി ഷെയർ കൊടുക്കണോ? അവിടെയാണ് വെസ്റ്റിംഗ് ഷെഡ്യൂൾ വരുന്നത്. 4 വർഷത്തേക്ക് ഷെയറുകൾ ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം. ഇത് ലീഗലായി ചെയ്തില്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് നിങ്ങളുടെ കമ്പനിയിലേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല. ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതിനകം 90% ആളുകൾക്ക് അറിയാത്ത അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ബിസിനസ്സിനെ വെറും ഒരു കച്ചവടമായി കാണുന്നവർക്ക് ഇവിടെ വെച്ച് വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാം. കാരണം ഇനിയുള്ള ഭാഗം $1 മില്യൺ വാല്യുവേഷൻ സ്വപ്നം കാണുന്നവർക്ക് മാത്രമുള്ളതാണ്. കാരണം നമ്മൾ ഫണ്ടിങ്ങിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു സ്റ്റാർട്ടപ്പിന് പണം കണ്ടെത്താൻ സ്വന്തം വീട് പണയം വെക്കേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റുകൾ പലർക്കും അറിയില്ല. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഐഡിയ സ്റ്റേജിലുള്ളവർക്ക് ഇന്നൊവേഷൻ ഗ്രാൻഡായി ലക്ഷങ്ങൾ നൽകുന്നുണ്ട്. നിധി പ്രയാസ് പോലുള്ള സ്കീമുകൾ വഴി പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ 10 ലക്ഷം രൂപ വരെ കിട്ടും. ഇത് ഗ്രാൻഡാണ്, ലോണല്ല. അതുകൊണ്ട് തന്നെ തിരിച്ചടയ്ക്കേണ്ടതില്ല, കമ്പനിയുടെ ഷെയർ കൊടുക്കേണ്ടതുമില്ല. എന്നാൽ നിങ്ങൾ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ കളി മാറും. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ ചോദ്യം ഓർക്കുന്നുണ്ടോ? ഒരു ഇൻവെസ്റ്റർ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ആ ചോദ്യം അതിതാണ്: വാട്ട് ഈസ് യുവർ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ആൻഡ് ലൈഫ് ടൈം വാല്യൂ? ഒരാളെ നിങ്ങളുടെ കസ്റ്റമർ ആക്കാൻ നിങ്ങൾ എത്ര രൂപ മാർക്കറ്റിങ്ങിനായി ചിലവാക്കുന്നു? ഇതാണ് CAC. ആ കസ്റ്റമർ അയാളുടെ ജീവിതകാലത്ത് എത്ര രൂപയുടെ ബിസിനസ് നിങ്ങൾക്ക് തരും? അതാണ് LTV. LTV എപ്പോഴും CACയേക്കാൾ 3 ഇരട്ടിയെങ്കിലും കൂടുതലായിരിക്കണം. ഈ കണക്ക് നിങ്ങളുടെ പിച്ച് ടെക്കിൽ ഇല്ലെങ്കിൽ സെക്വോയ ആയാലും ആക്സൽ ആയാലും നിങ്ങൾ റിജക്റ്റ് ചെയ്യും. VC ഫണ്ടിങ് എന്നത് നിങ്ങൾ വിജയിച്ചു എന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, കൂടുതൽ വേഗത്തിൽ ഓടാനുള്ള കടം വാങ്ങിയ ഇന്ധനമാണ്. അങ്ങനെ ഫണ്ട് കിട്ടി. ഇനി എന്തു ചെയ്യും? അവിടെയാണ് സ്കെയിലബിലിറ്റി.
10 കസ്റ്റമേഴ്സ് ഉള്ളപ്പോൾ വർക്ക് ചെയ്യുന്ന സിസ്റ്റം 10,000 കസ്റ്റമേഴ്സ് വരുമ്പോൾ പൊട്ടിപ്പൊളിയരുത്. അതിന് ഓട്ടോമേഷൻ വേണം, മികച്ചൊരു ടീം വേണം. നിങ്ങളുടെ ആദ്യത്തെ 5 ജീവനക്കാർ വെറും തൊഴിലാളികളല്ല, അവരാണ് നിങ്ങളുടെ കമ്പനിയുടെ കൾച്ചർ തീരുമാനിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ ഇതാണ്. 1. അടുത്ത തവണ നിങ്ങളുടെ ബിസിനസ് പ്ലാൻ ചെയ്യുമ്പോൾ ഐഡിയയ്ക്ക് പകരം പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. 2. മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുൻപ് ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി 100 പേർക്കെങ്കിലും കൊടുത്ത് ടെസ്റ്റ് ചെയ്യുക. 3. ലീഗൽ കംപ്ലയൻസ്, ടാക്സ് ഫയലിംഗ് എന്നിവയ്ക്ക് തുടക്കം മുതൽ തന്നെ ഒരു നല്ല ചാർട്ടേഡ് അക്കൗണ്ടിനെ ഒപ്പം കൂട്ടുക. ബിസിനസ് എന്നത് ഒരു 100 മീറ്റർ അല്ല, അതൊരു മാരത്തണാണ്. ഒരുപാട് തവണ പരാജയപ്പെടാം, പക്ഷേ ആ പരാജയങ്ങളിൽ നിന്നുള്ള ഡേറ്റയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ്. റിയാലിറ്റി ഇതാണ്: മികച്ച പ്രോഡക്റ്റുകൾ അല്ല ജയിക്കുന്നത്, മികച്ച യൂണിറ്റ് എക്കണോമിക്സും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവുമുള്ള പ്രോഡക്റ്റുകളാണ് ജയിക്കുന്നത്. ഇനി ഇത്ര നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോടാണ്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഫണ്ടിങ് കിട്ടാത്തതാണോ അതോ യഥാർത്ഥ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാത്തതാണോ? നിങ്ങളിതിൽ ഏത് എഗ്രി ചെയ്യുന്നുവെന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഇനി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ പൈസയും സമയവും കളയുന്നതിന് മുൻപ് ഈ വീഡിയോ വേഗം അവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ഒരു ബിസിനസ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ കണ്ടു. ഇതിൽ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യമെങ്കിലും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും അല്ലേ? എങ്കിൽ അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് ഇതിനേക്കാൾ ഗുണമുള്ള ഒന്നാണ്. നിലവിൽ ഇന്ത്യയിലും കേരളത്തിലും സംരംഭകർക്ക് വേണ്ടിയുള്ള സ്കീമുകളെക്കുറിച്ചാണത്. ഒരു ലോണും എടുക്കാതെ ഗവൺമെൻറ് തന്നെ നിങ്ങളെ സഹായിക്കാനുള്ളപ്പോൾ ഇനിയും നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒഴിവാക്കണോ? വേണ്ട എന്നാണ് ഉത്തരമെങ്കിൽ ഇതുപോലുള്ള ഡീപ്പ് ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ദ പ്രോഫിറ്റ് ന്യൂസ് ഉടനെ സബ്സ്ക്രൈബ് ചെയ്യൂ.